ഇവിടുത്തെ വെള്ളക്കെട്ടിൽ വീണാണ് 11 വയസ്സുകാരനായ പേരിക്കുന്നേൽ കാട്ടാമ്പാക്കൽ ഷിജുവിൻ്റെ മകൻ മിലൻ കെ ഷിജു മരണപ്പെട്ടത്. ഈ കാണുന്ന വെള്ളക്കെട്ടിലാണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം മന്ദിരം ഹോസ്പിറ്റലിലാണ്. ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പരിയാരം ചക്കഞ്ചിറ ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ ഞാലിയാവഴിക്ക് പോകുന്ന റൂട്ടിലാണ്, ഇന്ദിരാനഗറിലാണ് മരണപ്പെട്ട മിലൻ കെ ഷിജുവിൻ്റെ വീട്. പരിയാരം SNDP കഴിഞ്ഞ് സ്വല്പം കൂടെ മുന്നോട്ട് പോകുമ്പം ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നതാണ്. ഇത് ഇന്ദിരാനഗറാണ്. ഇത് വാകത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ 5ാം വാർഡാണ്. ഇതുവഴി നമ്മളൊരു കയറ്റം കയറി നേരെ മുകളിൽ ചെല്ലുമ്പോഴത്തേനാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിയണം. ഒരു കുത്ത് കയറ്റമാണ്. ഇത് വാകത്താനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമാണ്, പേരിക്കുന്നെന്ന് പറയും. ഇവിടെയാണ് വാകത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതിക്കായിട്ടുള്ള വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്. ഇതാണ് മരണപ്പെട്ട മിലൻ കെ ഷിജുവിൻ്റെ വീട്. കാട്ടാമ്പാക്കിൽ ഷിജുവിൻ്റെ മകനാണ് 11 വയസ്സുള്ള മിലൻ. ഒരു സഹോദരിയുണ്ട് 5 വയസ്സുള്ള. ഇവിടുന്ന് സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു കുത്ത് കയറ്റമാണ്. നല്ലൊരു കുന്നും പ്രദേശമാണ്. ഇത് ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാകത്താനം മുഴുവൻ കാണാം. വാകത്താനം പുതുപ്പള്ളി അടക്കം മുഴുവൻ കാണാവുന്നതാണ്. ഇന്ന് രാവിലെയാണ് നമ്മുടെ നാടിനെ നടുക്കിയ ഈ ദുരന്ത വാർത്ത അറിഞ്ഞത്. ഞാൻ രാവിലെ കൈതപ്പാലത്തൊക്കെ വെള്ളക്കെട്ടിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനാണ് എന്നെ വിളിച്ച് പറഞ്ഞൊരു വെള്ളത്തിൽ വീണൊരു കുട്ടി മരണപ്പെട്ടെന്ന് പറഞ്ഞു. ഞാനും ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഞാൻ കൈതപ്പാലത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ ഗീതാ ഷിജുവാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം തിരക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം തന്നെ എനിക്ക് ഇവിടുന്ന് തന്നെ കോള് വന്നായിരുന്നു, ഇവിടുത്തെ കുളത്തിൽ വീണാണ് മരണം സംഭവിച്ചെന്ന്. ഇതാണ് ജലജീവൻ മിഷൻ്റെ കുടിവെള്ള ടാങ്കിനായിട്ട് ഇത് നല്ല ആഴമുള്ള കുഴിയാണ്. കാരണം ഇവിടെ ഈ മഴയ്ക്ക് കഴിഞ്ഞ മഴയ്ക്കുണ്ടായ ഈ ഒറ്റ ദിവസം മഴയ്ക്ക് രൂപം കൊണ്ട വെള്ളക്കെട്ടാണ്. ഇത് പാറ തുടങ്ങുന്നിടത്തുനിന്ന് വേണം ഇവർക്ക് പണി തുടങ്ങാൻ വേണ്ടി. അതുകൊണ്ട് നല്ല ആഴത്തിൽ തന്നെ ഇവർ മണ്ണെടുത്തായിരുന്നു. ഇവിടെ കുട്ടികളുടെ ചെരുപ്പൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം രാവിലെ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരാളെ കാണാതായി, മിലനെ. അപ്പം തിരക്കി ആ പരിസരം മുഴുവൻ അമ്മ നടന്നായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേനാണ് ഈ മുകളിലോട്ട് കയറി വന്നത്. കുട്ടികളൊക്കെ ഈ സ്ഥലത്തൊക്കെ മിക്കപ്പോഴും പോകുന്നതാണ്. പോയപ്പോഴത്തേനാണ് ഇവിടെ ചെരുപ്പ് കിടക്കുന്ന കണ്ട് കുഴിയുടെ സമീപത്ത്. അന്നേരം തന്നെ സംശയം തോന്നി. അന്നേരം തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഈ വെള്ളത്തിൽ പരിശോധിച്ചപ്പോഴാണ് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിൽ മിലൻ്റെ ശരീരം കിട്ടിയത്. ഉടൻ തന്നെ മാങ്ങാനം മന്ദിരം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചായിരുന്നു. ഇത് നല്ല ആഴത്തിൽ തന്നെയുള്ളൊരു കുഴിയാണ്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ മണ്ണും ചെളിയും ചേറുമൊക്കെ കാണുമായിരിക്കും. മഴ പെയ്തുകൊണ്ട് മുകളിൽ നിന്നുള്ള ചേറുമെല്ലാം ഇറങ്ങിക്കാണും. അപ്പോൾ ഒരാൾ താഴ്ചയെങ്കിലും ഉണ്ടെന്നാണ് ഇവിടുന്ന് വന്ന ഒരാൾ എന്നോട് പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു കമ്പ് കിടന്നായിരുന്നു. അതിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല നീളമുള്ളൊരു കമ്പാണ്. ഈ കമ്പെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തന്നെ മനസ്സിലായി നല്ല ആഴമുണ്ട്. കുട്ടിക്ക് നീന്തലും ഒന്നും വശമില്ലാത്ത കുട്ടിയല്ലേ, അന്നേരം അത് കാരണം താഴ്ന്നു പോയി കാണും. വെള്ളത്തിൽ വീണ് ഒരുപാട് കുട്ടികളാണ് മരണപ്പെടുന്നത്. കുട്ടികൾക്ക് തന്നെയല്ല, വെള്ളം കാണുമ്പം എല്ലാവർക്കും ഒരു ഹരമാണ്. പക്ഷേ അതിലേക്ക് പെട്ടെന്ന് നമ്മൾ ആകർഷരാകും. ഇത് ഏറ്റവും ഉയർന്ന പ്രദേശമാണ് വാകത്താനത്തിൻ്റെ. നമുക്കിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളും കാണാം. അത്രയ്ക്ക് ഹൈറ്റുള്ള സ്ഥലമാണ്. കുട്ടി ഇങ്ങോട്ട് കയറിപ്പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരും അറിയാഞ്ഞ. തൊട്ട് താഴെ ഒരു വീടുണ്ട്, അവിടെയും കുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. മറ്റേ ഈ പരിസരത്തെങ്ങും ആൾക്കാരില്ലായിരുന്നു. ഇന്ന് പണിക്കാരും ഇല്ലല്ലോ. JCB ഇന്നിവിടെ കൊണ്ട് നിർത്തിയതുകൊണ്ട് പണിക്കാരും ഇല്ല, മഴയായതുകൊണ്ട്. അതുകൊണ്ടാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാഞ്ഞത്.
ഇവിടെ കഴിഞ്ഞ ദിവസം ഇവർ ഈ തൊട്ട് വീടിൻ്റെ മുന്നിൽ ഒരു കടയൊക്കെ ഉണ്ടാക്കി കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മിലനും അനിയത്തിയും കൂടെയാണ്. അവർ രണ്ടുപേരും കൂടെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂടി ചെറിയൊരു കടയൊക്കെ ഉണ്ടാക്കി ഈ വീടിൻ്റെ മുറ്റത്ത് ഇവിടെ കളിക്കുമെന്ന് ഇന്നിപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം അവരെല്ലാം വളരെ സങ്കടത്തോടു കൂടി പറയുകയായിരുന്നു. മിലൻ്റെ മൃതദേഹം മന്ദിരത്തിൽ കൊണ്ടുവന്നപ്പോഴത്തേന് ഞാനും ആ സമയത്ത് അവിടെ എത്തിയായിരുന്നു. വാകത്താനം പഞ്ചായത്ത് ഭരണസമിതിയും ആ സമയത്താണ് കോട്ടയം ഈസ്റ്റ് പോലീസിൽ നിന്ന് പോലീസുകാരും എത്തിയത്. മരണവിവരം അറിഞ്ഞുകൊണ്ട് ധാരാളം ആൾക്കാരാണ് മന്ദിരം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അതുപോലെ വാകത്താനം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അവരുടെ മരണപ്പെട്ട മിലൻ്റെ ബന്ധുക്കളടക്കമുള്ള ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇനി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. മഴക്കാലമാണ്, എല്ലായിടത്തും വെള്ളം ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ.